പ്രായമാകുന്നവർക്ക് കാണുന്ന ഒരു അസുഖമാണ് ജോയിന്റ് പെയിനുകൾ. ആ അത് എന്തുകൊണ്ടാണ് വരുന്നത്? അതെങ്ങനെ നമ്മൾക്ക് ജോയിന്റ് പെയിൻ ഇല്ലാതെ ജീവിക്കാം? അതാ ഞാൻ ആദ്യം പറഞ്ഞത്. കാരണം ഈ തേയ്മാനം പോലല്ല, ഈ കാൽസ്യം നമുക്ക് വേണ്ടത്ര ഉപയോഗിക്കാൻ പറ്റാതെ കൊണ്ടാണ് തേയ്മാനം വരുന്നത്. തേയ്മാനമല്ല ശരിക്കും പറഞ്ഞാൽ അത് കാൽസ്യം. രണ്ടാമത് നമ്മളെ ബോഡിയിൽ ഓരോന്നും തേയ്മാനത്തിനനുസരിച്ചുള്ള പുനർനിർമ്മാണം നടക്കുന്നുണ്ട്. അതിനാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ആ ഭക്ഷണത്തിലൂടെ കാൽസ്യം ആവശ്യത്തിന് കിട്ടാതെ വരുമ്പോഴാണ് ഈ ജോയിൻറ്റ് പെയിനൊക്കെ കൂടുതൽ ഉണ്ടാകുന്നത്. അതിനെ സഹായിക്കാനാണ് ഞങ്ങൾ പറഞ്ഞത് ജോയിൻറ്റ് പെയിനുള്ളതൊക്കെ മഗ്നീഷ്യമൊക്കെ സ്പ്രേ ഒക്കെ അടിക്കാൻ വേണ്ടി ഞങ്ങൾ പറയുന്നത് കൊണ്ടാണ്. കാരണം അവിടെ കാൽസ്യം ഇല്ലാഞ്ഞിട്ടല്ല, ഉപയോഗിക്കാൻ കഴിയുന്നില്ല. കാൽസ്യം ഡെപ്പോസിറ്റ് കാരണം ശക്തമായിട്ടുള്ള ജോയിന്റ് പെയിൻസുകൾ വരാറുണ്ട്. കാൽസ്യം ഡെപ്പോസിറ്റ് കൊണ്ടും വരും, ഡെഫിഷ്യൻസി കൊണ്ടും വരാം, രണ്ടുകൊണ്ടും വരാം. ഇത് രണ്ടിൻ്റെ കാരണം കാൽസ്യം നമ്മൾ കഴിക്കാഞ്ഞിട്ടല്ല, അത് ഉപയോഗിക്കാൻ കഴിയാഞ്ഞിട്ടാണ്. അങ്ങനെ വരുമ്പോഴാണ് ജോയിൻറ്റ്സ് എല്ലാം ജോയിൻറ്റ് പെയിനെല്ലാം വരുന്നത്. അതിന് മഗ്നീഷ്യം ഒരു പരിധി വരെ മഗ്നീഷ്യം ബോഡി സ്പ്രേ ഒക്കെ സഹായിക്കാറുണ്ട്. ഞങ്ങൾ പരീക്ഷിച്ചിട്ട്